Dear nurses, welcome to Dr. APG Nursing Academy. Dr. APG Nursing Academy, Trivandrum, കേരളയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡെയിലി ക്വസ്റ്റ്യൻ നമ്പർ 101 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മലേറിയ റിക്കറൻസ് ഈസ്. എന്താണ് മലേറിയ റിക്കറൻസ് അല്ലെ? അപ്പൊ നമുക്കറിയാം മലേറിയ എന്ന് പറയുന്ന ഒരു മൊസ്കിറ്റോ ബോൺ ഡിസീസ് ആണ് അല്ലെ. ഫീമെയിൽ അനഫിലോസസ് മൊസ്കിറ്റോ പരത്തുന്ന ഒരു അസുഖമാണ്. 4 ടൈപ്സ് ഓഫ് മലേറിയ ആണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത്. മലേറിയ ഒവേൽ, വൈവാക്സ്, ഫാൽസിപാരം ആൻഡ് മലേറിയ അല്ലെ. അങ്ങനെ 4 ടൈപ്സ് ആണ് വരുന്നത്. അപ്പൊ ഈ പാരസൈറ്റിന്റെ സെക്ഷൽ സ്റ്റേജ് നടക്കുന്നത് മൊസ്കിറ്റോയിലാണ്. മൊസ്കിറ്റോയുടെ ഓവറിക്കകത്താണ് സെക്ഷൽ സൈക്കിൾ നടക്കുകയും സെക്ഷൽ സൈക്കിൾ അല്ലെ, അതായത് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും മനുഷ്യൻ അല്ലെ, മനുഷ്യന്റെ ശരീരത്താണ് മലേറിയയുടെ ബാക്കി ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ കംപ്ലീറ്റ്ലി ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ പോലും ഈ മലേറിയ എന്തിലോട്ട് വരാനുണ്ട്, ലിവറിൽ ഡോമിനന്റ് ആയിട്ട് കുറെ നാള് എന്ത് ചെയ്യും ഇത് ജീവിക്കും. പിന്നീട് അത് എന്ത് ചെയ്യും, മൾട്ടിപ്ലിക്കേഷൻസ് നടന്ന് വീണ്ടും ഒരു പാരസൈറ്റീമിയ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് മലേറിയ വന്ന സാധാരണ 3 ഇയേഴ്സിലേക്ക് എന്ത് കൊടുക്കത്തില്ല, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യത്തില്ല. കാരണം റിസ്ക് ഉണ്ട്. അല്ലെങ്കിൽ മലേറിയ എൻഡമിക് ഏരിയയിൽ നിന്ന് ഒരാൾ വന്നാൽ പോലും 1 ഇയർ എന്ത് ചെയ്യത്തില്ല, ബ്ലഡ് ഡൊണേഷൻസ് കൊടുക്കത്തില്ല അല്ലെ. അപ്പൊ ഈ ട്രാൻസിഡൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോമിനന്റ് ആയിട്ട് നിന്നുകൊണ്ട് ലിവറിൽ തന്നെ ഇവർ മൾട്ടിപ്ലിക്കേഷൻ നടത്തുവാണ്. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ സെക്ഷൽ സൈക്കിള് മനുഷ്യ ശരീരത്തിലോട്ട് വരുവാണ് അല്ലെ. ലിവറിൽ വീണ്ടും സെക്ഷൽ സ്റ്റേജ് കംപ്ലീറ്റ് ആവുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മലേറിയ റിക്രൂഡസൻസ് കേട്ടോ. അപ്പൊ അവിടെ റീ അപ്പിയറൻസ് വരുവാണ് അല്ലെ, വീണ്ടും റിലാപ്സ് ഓഫ് ഇൻഫെക്ഷൻ വരുവാണ് അല്ലെ. റീ അപ്പിയറൻസ് ഓഫ് സെക്ഷൽ സ്റ്റേജസ് പാരസൈറ്റീമിയ ആഫ്റ്റർ ദ ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നേരെ നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. You are giving a discharge instruction to a woman who has been treated with contusion and bruises sustained during an episode of domestic violence. What is your priority intervention for this patient? അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ഓൾറെഡി ഡിസ്ചാർജ് ടൈമിലുള്ള പ്രയോറിറ്റി ആണ് ചോദിച്ചേക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നില്ല, കാഷ്വാലിറ്റി വന്ന ഒരു കേസ് അല്ല. കാഷ്വാലിറ്റി വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പോലീസ് ഇൻഫർമേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാഷ്വാലിറ്റിയിലെ പ്രയോറിറ്റിയിലാണ് വരുന്നത് അല്ലെ. ഇവിടെ ഇതെന്ന് പറയുന്നത് എന്താണ്, പേഷ്യന്റ് ഓൾറെഡി ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, അവിടെ ഡിസ്ചാർജ് വരുവാണ് അല്ലെ. അപ്പൊ ഡിസ്ചാർജ് വരുമ്പോൾ വീണ്ടും ആ വീട്ടിലേക്ക് പേഷ്യൻസിനെ തിരിച്ചയക്കുന്നത് അത് ശരിയല്ല അല്ലെ. അവിടെ വീണ്ടും ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാവാനുള്ള ഇതുണ്ട്. അതുകൊണ്ട് പേഷ്യന്റിനെ ഒരു സേഫ് കസ്റ്റഡിയിലോട്ട് മാറ്റുക എന്നുള്ളതാണ് ഡിസ്ചാർജ് ടൈമിലെ പ്രയോറിറ്റി. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച്മെന്റ് ടു എ സേഫ് ഹൗസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നേഴ്സിംഗ് ട്യൂട്ടറിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സൈക്കോളജിന്ന് എടുത്ത ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോളൂ. വെൻ എ പേഴ്സൺ ഡു എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക് വിതൗട്ട് റിലാക്സേഷൻ ബിറ്റ്വീൻ ദ വർക്ക്, ഹി വിൽ ഗോ ടു അല്ലെ. അപ്പൊ ഹി വിൽ ഗോ ടു എ പ്രഷർ ആണ് കേട്ടോ. പ്രഷർ എന്ന് പറയുന്നത് ഇസ് എ ടൈപ്പ് ഓഫ് സ്ട്രെസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഒരു ഓവർ വർക്ക് ലോഡ് ചെയ്താലും നമ്മൾ ആ വർക്ക് ലോഡിന്റെ ഔട്ട്പുട്ട് അല്ലെ, ഔട്ട്പുട്ട് കൂടുതൽ വെല്ലാക്കാൻ വേണ്ടി അല്ലെ, കൂടുതൽ സാറ്റിസ്ഫൈഡ് ആക്കാൻ വേണ്ടി നമ്മൾ ഒത്തിരി ഹാർഡ് വർക്കും അതുപോലെ നമ്മുടെ മൈൻഡിൽ ഒരു ഇമോഷണൽ സ്ട്രെസ് ഡെവലപ്പ് ആവുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രഷർ എന്ന് പറയുന്നത് കേട്ടോ. മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഉള്ളിലുള്ള ഇന്നേറ്റ് പവർ എന്ത് ചെയ്യുന്നു, പുറത്തു കൊണ്ടുവന്ന് നമുക്ക് ആ ഗോൾ അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഇൻഫ്ലുവൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോട്ടിവേഷൻ അല്ലെ. അപ്പം എല്ലാവർക്കും പഠിക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ പലരും എന്ത് ചെയ്യത്തില്ല, അത് പുറത്തെടുക്കത്തില്ല അല്ലെ. അപ്പൊ നമ്മൾ ഇതുപോലെയൊക്കെ ഉപദേശിച്ച് വേണം നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്നേറ്റീവ് പവർ പുറത്തു കൊണ്ടുവരാൻ കേട്ടോ. അങ്ങനെ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോട്ടിവേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, ടൈപ്പ് ഓഫ് ഡിസപ്പോയിന്റ്മെന്റ് ആണ് അല്ലെ. അപ്പൊ ഒരു സിറ്റുവേഷൻ, ഒരു ലൈഫ് ഗോള് അല്ലെങ്കിൽ എന്തെങ്കിലും ഗോളോ അച്ചീവ്മെന്റോ ഒബ്ജക്റ്റീവ്സോ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അവിടെ എന്തുണ്ടാവും, നമ്മളെ അപ്സെറ്റ് ആവുന്ന ആ ഒരു ഇമോഷണൽ ഫീലിങ്സിനെയാണ് എന്തെന്ന് പറയുക, ഫ്രസ്ട്രേഷൻ അല്ലെ. അപ്പൊ അത് നമ്മൾ പല ഫോമിൽ കാണിക്കും അല്ലെ. ഒന്നുകിൽ അനോണിമസ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ആൻസൈറ്റി ആവാം, ആങ്കർ ആവാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് സൈക്കോളജി വരുന്നതാണ് അല്ലെ. ഡിപ്രഷൻ പിന്നെ അറിയാം, ഡിപ്രസ് സാഡ് ആണ് അല്ലെ. സാഡ് ആണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്ന ഫീലിംഗ് ഓഫ് ഹോപ്പ്ലെസ്നെസ്, വർക്ക്ലെസ്നെസ് ആൻഡ് ഹെൽപ്ലെസ്നെസ്. ഓക്കെ, ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ, ഇവിടെ ഒരു എക്സസ് വർക്ക് ലോഡിൽ നമ്മൾ കൂടുതൽ അത് പെർഫോം ചെയ്ത് നല്ല ഔട്ട്പുട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയെ നമ്മൾ എന്തെന്ന് പറയും, പ്രഷർ കേട്ടോ. സോറി, ആ ഒരു ഇമോഷണൽ സ്ട്രെസ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, പ്രഷർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് RRB ESICയുടെ നോട്ടിഫിക്കേഷൻസും ഒക്കെ ഇതിന്റെ കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കാരണം നമ്മൾ ആപ്റ്റിറ്റ്യൂഡ്സിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കമ്പൈൻഡ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമുക്ക് നോക്കാം. there is a 60% increase in the amount in the 60 years at a simple interest അല്ലെ. what will be the compound interest rate of RS 300
RS 12,000 after 3 years at the same rate. അല്ലെ? അപ്പൊ അതായത് ആദ്യത്തെ 3 വർഷം സിമ്പിൾ ഇൻട്രസ്റ്റിൽ പോയി, ഇനി 3-ാം വർഷം തൊട്ട് അങ്ങോട്ട് എന്ത് ചെയ്തു, അവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര രൂപയാണ് മൊത്തം എന്ത് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് കിട്ടിയെന്നുള്ളതാണ് ചോദിക്കുന്നത്. അല്ലെ? അപ്പൊ ഇവിടെ നമുക്കറിയാം ഇത് പല ഇക്വേഷൻസ് ഉപയോഗിച്ച് ചെയ്യാൻ, ഞാൻ ഇക്വേഷൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, വളരെ കോമൺ സെൻസ് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു തരുവാണ്. അപ്പൊ നമുക്ക് 12,000 രൂപയുടെ 10% ഇൻട്രസ്റ്റ്. അല്ലെ? അവിടെ നമ്മൾ പറയുന്നുണ്ട് there is 60% increase an amount in 6 years. അപ്പം ഒരു വർഷം 10% വെച്ച് 6 വർഷമാണ് അവിടെ ഇൻക്രീസ് ചെയ്തേക്കുന്നത്. അപ്പം 12,000 രൂപയുടെ 10% ആദ്യത്തെ വർഷം ഇൻക്രീസ് ആയത് എന്ന് പറയുന്നത് എത്രയാണ്, 1,200 രൂപ. അല്ലെ? ഇനി ഇതിന്റെ 10% എന്തെന്ന് പറയുന്നത് രണ്ടാമത്തെ വർഷം ഇൻക്രീസ് ചെയ്ത്. അല്ലെ? അതായത് 1,200 പ്ലസ് 1,200 പ്ലസ് 120 രൂപയാണ് എന്ത് ചെയ്യുന്നത് രണ്ടാമത്തെ വർഷം ഇൻക്രീസ് ആയത്. അല്ലെ? അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, 1,320 രൂപ രണ്ടാമത്തെ വർഷം ഇൻക്രീസ് ചെയ്യും. അല്ലെ? ഇനി അടുത്ത 3-ാമത്തെ വർഷം. അല്ലെ? 3-ാം വർഷം വീണ്ടും നമുക്ക് എടുക്കാം 1,200 അല്ലെ, 1,200 പ്ലസ് എന്തെടുക്കാം, പ്ലസ് 120. അല്ലെ? ഇനി ഇതിന്റെ ഇൻട്രസ്റ്റ്. അല്ലെ? ഇതിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ വീണ്ടും എത്ര വരും, ഒരു 120 കൂടെ വരും. അല്ലെ? 2 വർഷം കഴിഞ്ഞു. അല്ലെ? 120 പ്ലസ് ഈ 120ന്റെ ഒരു 10% കൂടെ വരും. അല്ലെ? അതായത് 12. അല്ലെ? അപ്പൊ ഇത് കൂട്ടുമ്പോൾ എത്ര വരും, 1,200, 1,320, 1,440, 1,440, 1,452 അല്ലെ, 1,452 രൂപ വരും. അല്ലെ? അപ്പൊ ഇത് മൂന്നും കൂടെ നമുക്ക് ടാലി ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഉത്തരം കിട്ടും. അതായത് 1,200 പ്ലസ് 1,320 പ്ലസ് 1,452. അല്ലെ? അപ്പൊ 2 5 2 7 3 4 7 2 9 3 അല്ലെ, 3,972 is the correct answer. കേട്ടോ? കറക്റ്റ് ആൻസർ is option C is the correct answer. ഓക്കെ, മനസ്സിലായില്ലേ? ഇതല്ലാതെ ഫോർമുല ഒക്കെ ഇട്ട് ചെയ്യാം, അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് ആക്കി അങ്ങ് മാറ്റി മതി. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അല്ലെ? സിമ്പിൾ ഇൻട്രസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എടുക്കാം, അതിന്റെയും കൂടെ ഇൻട്രസ്റ്റും കൂടെ കാട്ടി എടുക്കുമ്പോൾ നമ്മൾ അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. The Indo-Tibetan Border Force (ITBP) has established a water sports and adventure institute in which state? അല്ലെ? നല്ലൊരു ഇതാണ്, പുതിയൊരു വാട്ടർ സ്പോർട്സ് ആൻഡ് അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് സെറ്റപ്പ് ചെയ്തേക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ്. കേട്ടോ? ഉത്തരാഖണ്ഡ്. ഓക്കെ, അപ്പം 5 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം 5 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഡെയിലിയുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കഷൻ കഴിഞ്ഞ. അടുത്ത നെക്സ്റ്റിലോട്ട് നോക്കാം. നമുക്ക് നേഴ്സിംഗ് ട്യൂട്ടർ ഡെമോ ക്ലാസ് ഇനി അടുത്ത 9-ാം തീയതി നെക്സ്റ്റ് ഒരു ഡെമോ ക്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു ഡെമോ ക്ലാസ് വെച്ചായിരുന്നു, അതിൽ ഒരുപാട് പേരൊന്നും ജോയിൻ ചെയ്തില്ല, 3 പേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അടുത്ത നെക്സ്റ്റ് ഒരു ഡെമോ ക്ലാസ്സും കൂടെ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ 9-ാം തീയതി 7:30 8:30 അടുത്ത ഡെമോ ക്ലാസ് ഉണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. അപ്പൊ ആ വാട്സപ്പ് ഗ്രൂപ്പിലാണ് അതിന്റെ സൂം ക്ലാസിന്റെ ലിങ്ക് വരുന്നത്. കേട്ടോ? ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെയുള്ള ലിങ്ക് വഴി വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റർ ചെയ്യുക, അതിൽ ഇൻഫർമേഷൻസ് ഒക്കെ തരുന്നതായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹിന്ദി സെക്ഷൻ ആണ്. ഓക്കെ, अभी देखो मैं हिंदी में एक बार एक्सप्लेन करेगा क्या है मलेरिया रेसिडेंस. क्या है ये मलेरिया रेसिडेंस? बोलते हैं रीअपियरेंस ऑफ सेक्शुअल स्टेजेस ऑफ पैरासाइटिमिया आफ्टर द ट्रीटमेंट. वो बोलते हैं ये सिंपली मलेरिया को 2 स्टेज है, डेफिनेटिव होस्ट है, इंटरमीडिएट होस्ट. वो डेफिनेटिव होस्ट आएगा मॉस्किटो एंड इंटरमीडिएट होस्ट आएगा मैन. फॉर मॉस्किटो ओवरी में सेक्सुअल फेस आएगा, मैन का ब्लड बॉडी में क्या हो जाएगा, इसका मलेरिया पैरासाइट्स का डेवलपमेंट हो जाएगा. समझ गए ना? अगर ये पूरा ट्रीटमेंट के बाद मलेरिया ओवस एंड वाइवैक्स ये दोनों का डेवलपमेंट लिवर में होते हैं, बाद में ये पैरासाइट में इन्फेक्शन होते हैं, इसलिए मान का लिवर का अंदर इसका सेक्सुअल फेस दोबारा आते हैं. ठीक है, नॉर्मली सेक्सुअल फेस किधर होते हैं, ये मॉस्किटो का ओवरी में आते हैं, लेकिन इस कंडीशन में विवास ओवैक्स ये दोनों इसका कंडीशन में इसका रीअपियरेंस ऑफ सेक्सुअल स्टेज किधर आते हैं, ये मलेरिया का पैरासाइट्स का सेक्सुअल फेस ये मैन का लिवर में होता है. समझ गया? नेक्स्ट क्वेश्चन. You are giving discharge instruction to a woman who has been treated for a conditions and bruises extra sustained during episodes of domestic violence. What is your priority intervention for this patient? इसमें वो अब्यूज हो गया, वो
तब डिस्चार्ज हो गया, अले डिस्चार्ज हो गया, प्रायोरिटी उसका सेफ कस्टडी में हैंड ओवर करना है, इससे इंपॉर्टेंट है, इसलिए हम कांटेक्ट करेगा सोशल वर्कर, सोशल वर्कर से कांटेक्ट करके इसको सेफ कस्टडी में ले जाएगा। ओके, समझ गया? लगते नेक्स्ट क्वेश्चन में आएगा। ये तो साइकोलॉजी क्वेश्चन है। व्हेन ए पर्सन डू ए लॉट ऑफ वर्क विदाउट रिलैक्सेशन बिटवीन द वर्क ही विल गो टू, ये ज्यादा काम दिया, ये ज्यादा काम वजह से इसको क्या हो गया, इसका माइंड में स्ट्रेस हो गया, प्रेशर हो गया। अब ये प्रेशर क्या के लिए, इसका एक जॉब का आउटपुट एकदम अच्छा तरीके कंप्लीट करना होना चाहिए, ठीक है। इस कंप्लीट होने के लिए इसका माइंड में ज्यादा स्ट्रेस हो रहे के हम बोलते हैं प्रेशर बोलते हैं। मोटिवेशन को, इननेट पावर को इन्फ्लुएंस करते हैं, वो इसको मोटिवेशन बोलते हैं। फ्रस्ट्रेशन बोलते हैं, ये क्या बोलते हैं, फ्रस्ट्रेशंस को अपसेट होते हैं, नहीं एक गोल अचीव नहीं हो जाएगा तो फिर माइंड में वो क्या हो जाएगा, माइंड में उसको डिप्रेशन आएगा, उसको बोलते हैं अपसेट हो जाएगा, इसको बोलते हैं फ्रस्ट्रेशन। डिप्रेशन तो आपको मालूम देना सैड है, सैड को हम डिप्रेशन बोलते हैं, ठीक है। अभी एक एप्टीट्यूड्स क्वेश्चन है ESIC नॉसेट में, देयर इज 60% इंक्रीज ऑन अमाउंट ऑफ 6 years at a simple interest, what will be the compound interest of RS 12,000 after 3 years at the same rates, अले अभी इसमें पूछेगा 60% इंक्रीज इन अमाउंट ऑफ 6 years, इसका मतलब एक साल में 10% इंक्रीज होता है, 6 साल से 60% इंक्रीज होता है, ठीक है। लेकिन इसका सिंपल इंटरेस्ट का 10% सिंपल इंटरेस्ट के इले उसका प्रिंसिपल अमाउंट कितना है, 12,000, इले 12,000 को हम 10% काउंट करना है एक साल में, इसमें क्या हो गया 1200, 1200 हो गया। ये 12,000 का दूसरा ईयर में हम क्या करेगा, इसका ये 1200 का भी 10% काउंट करना है, इसके क्या बोलते हैं 1,320 हो गया, और 3 साल में क्या क्या काउंट होते हैं, 1200 काउंट करते हैं प्लस 120 काउंट करते हैं, ये 120 का 2 बार काउंट करना पड़ेगा, लेकिन इसका 3 साल है, पहले 2 साल और काउंट करना पड़ेगा, फिर उसके साथ ये 120 का भी 10% हमको 12 काउंट करेगा, ठीक है। अभी ये पूरा अब काउंट करेगा तो 1,200 1,320 प्लस 1,340 52, 1,300 1,452, ओके 2 हो गया, 7 हो गया, 7 + 9 9 हो गया, प्लस 3 तो 3,972 हो गया, समझ गया ना। अभी ये इससे वजह से इसी शॉर्टकट में ये प्रॉब्लम सॉल्व किया, ओके। अभी नेक्स्ट क्वेश्चन में आ जाएगा, ये तो एप्टीट्यूड नहीं है, ये करंट अफेयर्स क्वेश्चन है। इंडो टिबेटियन बॉर्डर फोर्स एस्टैब्लिश ए वाटर स्पोर्ट्स एंड एडवेंचर इंस्टीट्यूट इन विच स्टेट, वो किधर खुला हो गया, उत्तराखंड में ये इंडो टिबेटियन वाटर एडवेंचर इंस्टीट्यूट चालू हो गया, ओके समझ गया। अभी ये 5 क्वेश्चन क्लास, ओके समझ गया ना, ओके थैंक यू, धन्यवाद।